കണ്ണൂരിൽ നമ്മൾ പോയാൽ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നാടക മത്സരത്തിൽ ക്രമവിരുദ്ധമായി ഇടപെട്ടു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ശബ്ദ സന്ദേശം റിപ്പോർട്ടിന് ലഭിച്ചിട്ടുണ്ട്. വിധികർത്താവ് ഷിനിൽ വടകരയും നാടക പരിശീലകനും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടാൻ പോകുന്നത്. എ ഗ്രേഡ് കൊടുക്കാൻ പോലും നിലവാരമില്ലാത്ത നാടകങ്ങൾക്ക് എ ഗ്രേഡ് കൊടുത്തുവെന്നും നാടകം പരിശീലിപ്പിക്കുന്ന നാടകക്കാരെ കൂടി നോക്കി പരിഗണിച്ചാണ് വിധി നിർണ്ണയം നടത്തുന്നതെന്നും ശബ്ദരേഖയിൽ വിധികർത്താവിൻ്റെ വെളിപ്പെടുത്തലുണ്ട്. പരസ്പരം ചർച്ച ചെയ്ത് മത്സരഫലം തീരുമാനിക്കരുതെന്ന നിയമമുണ്ടെങ്കിലും ചർച്ച ചെയ്ത് തന്നെയാണ് 1ഉം 2ഉം സ്ഥാനങ്ങൾ തീരുമാനിക്കുന്നതെന്നും വിധികർത്താവ് ഫോൺ സംഭാഷണത്തിൽ പറയുന്നു. നമുക്കൊന്ന് കേട്ടുവരാം. ഡിസ്കഷൻ നടത്തിയല്ലേ ചെയ്യുന്നത് അല്ലേ? അതെ, ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ ഡിസ്കഷൻ നമുക്ക് നമ്മൾ മൂത്രമൊഴിക്കാൻ പോകണമെന്നൊക്കെ പറയും. എനിക്കും മനസ്സിലായി. കാരണം അത് അങ്ങനെ ആവുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രയാസം എനിക്കറിയാം. കാരണം ഞാൻ ഉപയോഗിച്ചിട്ട് അതിന് അങ്ങനെയാ കാണുന്നത്. കാരണം സ്ഥിരമായിട്ട് നാടകങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ. കാരണം നമുക്ക് വേറൊരു വരുമാനം ഇല്ലാത്ത അറിയാലോ. നമ്മൾ അതും കൂടി നോക്കും ഇതിനകത്ത്. ചിലത് പറയും മത്സരമല്ലേ, മത്സരത്തിന് അങ്ങനെ കണ്ടെങ്കിൽ. പക്ഷെ ഞാൻ അങ്ങനെ കാണുന്ന ഒരാളല്ല. നിങ്ങൾ ഇതിനെ കൊണ്ട് ജീവിക്കുന്ന ഒരാളല്ലേ. ഞാനും ഇതിനെ കൊണ്ടാണ്. അപ്പൊ അതിനെ നമ്മൾ കൃത്യമായിട്ട് കാണുന്ന, നിങ്ങൾക്ക് അറിയാലോ, എന്റെ സ്വഭാവം അറിയാലോ, ഞാൻ അതിനെ നോക്കി കാണുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ കാണുന്നു. അപ്പൊ അതിൽ ഉണ്ടെങ്കിൽ ആ ഒരു പാകപ്പിഴവ് പറ്റിയതാണ്. അല്ലാണ്ട് വേറെ രീതിയിൽ നിങ്ങൾ അതിനെ കാണണ്ട. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം നിങ്ങളൊരു പ്ലേ അങ്ങനെ അതിലേക്ക് മാറുമ്പോൾ ഉണ്ടാവുന്ന മാനസികാവസ്ഥ എനിക്ക് മനസ്സിലായില്ല. ഞാൻ തുറന്നു പറയാം. കാരണം ഒരു വെറുതെ വന്നിട്ട് തമാശക്ക് പൈസയും മേടിച്ചിട്ട് നാടകക്കാരനാവുന്നതല്ലല്ലോ. ഇതിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന ഒരാളാണ്. ഒരു മനസ്സിൽ വെക്കരുത്. അതുപോലത്തെ ഒരു പ്രതികരണങ്ങൾ വല്ലാണ്ട് ഉണ്ടായിരുന്നുള്ളതാണ്. ഞാനൊരു കാര്യം ചെയ്യും ചേട്ടാ. നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഒരു വോയിസ് മെസ്സേജ് ഞാൻ മനസ്സിലായില്ല. നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒന്ന് സ്കൂളിൽ എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇത് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. എനിക്ക് മറ്റേ കക്ഷിനെ കാണുമ്പോൾ ഭയങ്കര സങ്കടം. നമ്മൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന നാടകം ചെയ്യുന്ന ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഇന്നലെ ഒരു തേട് കൊടുക്കണം. എനിക്കില്ല ആ മനുഷ്യൻ ഇങ്ങനെ നടക്കുമ്പോ ഞാൻ അവസാനം പറയാം, നോക്കടായാലും അത് ഗതികേടല്ലേ ചേട്ടാ. ഒരു നാടകത്തിന് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മാത്രമേ അയാൾക്ക് നാളെ വർക്ക് കിട്ടുള്ളൂ. പ്രയാസമൊക്കെ നമുക്കറിയുന്നുണ്ട്. ആ മനുഷ്യൻ ഇന്നലെ നാടകം കഴിയുന്നവരെ പാവം നമ്മളെ കാണാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയായിരിക്കും നടക്കുന്നത്. നമുക്ക് പ്രയാസമുണ്ട്. ഞാൻ ഭയങ്കര സങ്കടം തോന്നി. പറയാം, ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യൻ. ഞാൻ അവസാനം തീർച്ചയായിട്ടും അതിൽ UP-യിൽ ഒരു കള്ളു കുടിക്കുന്ന ഒരു സീനൊക്കെ ഉള്ളൊരു വളരെ മോശം ഇതുണ്ട്. ഒരു കാരണവശാല ഗ്രേഡ് കൊടുക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും നോക്കണ്ട, എല്ലാ ഗ്രേഡ്. മനസ്സിലായില്ല? അത് നമ്മൾ അത്ര പോലും ശ്രദ്ധിക്കുന്നുണ്ട് ഓരോ മനുഷ്യന്. നമ്മളിങ്ങനെ നോക്കും. നിങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ ഞങ്ങൾ നിങ്ങളെ നോക്കും. എനിക്കറിയാം നമുക്ക് വ്യക്തിപരമായിട്ട് ആരുമായിട്ടും ഇതില്ല. ഇത് ഞാൻ ഒരു വോയിസ് നിങ്ങൾക്ക്. ഇത് ഭയങ്കര ചർച്ചകൾ ചെയ്യപ്പെട്ടു. ഒരുപാട് ആളിങ്ങനെ വിളിച്ച് അതുപോലെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഭയങ്കര നമുക്കതിനെ അങ്ങനെ പരിഹരിക്കാം. ഇതാണ് നാടകവേദിയിൽ നടന്നത്. കള്ളക്ക കുടിക്കുന്ന രംഗങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത്തരം രംഗങ്ങൾക്കൊന്നും ഗ്രേഡ് കൊടുക്കാൻ പാടില്ല. എന്നിട്ട് പോലും അത്തരം നാടകങ്ങൾക്ക് എ ഗ്രേഡ് കൊടുക്കാം എന്ന് ഒരു വിധികർത്താവ്, ഷിനിൽ എന്ന് പറയുന്ന ഒരു വിധികർത്താവ് മറ്റ് ജഡ്ജസുമാരെ വിളിച്ചു പറഞ്ഞ് എ ഗ്രേഡ് കൊടുക്കുകയാണ്. വിധികർത്താക്കൾ തമ്മിൽ ഇത്തരം കാര്യങ്ങളിൽ സംഭാഷണം ഉണ്ടാകാൻ പാടില്ല. മികച്ച നാടകങ്ങളെ 4ാമതും 5ാമതും ആക്കുകയും അത്ര മികച്ച നാടകങ്ങളല്ലാത്ത നാടകങ്ങൾക്ക് 1ഉം 2ഉം സ്ഥാനങ്ങളും എ ഗ്രേഡും ഒക്കെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കണ്ടല്ലോ. അവർക്കും ജീവിക്കണ്ടേ എന്നാണ് വിധികർത്താവ് ചോദിക്കുന്നത്. എന്തൊരു കാരുണ്യമാണ്. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ നാടക വിഷയവുമായി നമുക്കൊപ്പം അർജുൻ കല്യാട് ചേരുന്നുണ്ട്. അർജുൻ കല്യാട്, ഇതെങ്ങനെയാണ് ഈ ഷിനിലും ഇതേപോലുള്ള വലിയ സംഘങ്ങളും ഒക്കെ നാടകവേദികളിൽ പോലും ഈ രീതിയിൽ വലിയ തട്ടിപ്പ് നടത്തുന്നുണ്ട്? ഏറിയ പങ്കും നൃത്തവേദികളിലായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ നാടകവേദികളിലും ഇതേപോലെയുള്ള മാഫിയ സംഘങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ അർജുൻ കല്യാട്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. നമ്മൾ ഉപയോഗിച്ച വാക്ക് അത് അന്വർത്ഥമാക്കുന്ന തെളിവുകളാണ് ഇതെല്ലാം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. കലോത്സവം കച്ചവടമായി മാറുകയാണ്. അതിൽ ഈ പണം എന്നതിലുപരിയായി ഇപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ സ്കൂൾ കലോത്സവങ്ങളിലെല്ലാം നമ്മൾ ഒരുപാട് ഇതിൻ്റെ സംഘാടകരുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുന്ന ഘട്ടങ്ങളിൽ അവരെല്ലാം പറയുന്നത്, ഈ സംഘാടകന്മാർ ഒരുപക്ഷെ ഈ വിദ്യാഭ്യാസ DD ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരായിരിക്കും. അവർക്കാർക്കും ഈ വിധികർത്താക്കളുമായി നേരിട്ട് പരിചയമുണ്ടാവില്ല. അവർക്ക് പരിചയമുള്ള ഒരു വിധികർത്താവിനെ, അല്ലെങ്കിൽ അങ്ങനെ ഈ പരിശീലന രംഗത്തുള്ള അല്ലെങ്കിൽ നാടക രംഗത്തുള്ള
ഏത് കലാരംഗത്തുള്ള ആരെയെങ്കിലും ഇത്തരത്തിൽ ഇതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചുമതലപ്പെടുത്തും. അവരെന്ത് ചെയ്യും? അവർ നേരിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടുന്നില്ല എങ്കിൽ കൂടി അവർ തൊട്ടടുത്ത ജില്ലയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലയിലുള്ള ആൾക്കാരെ ഈ വിധികർത്താവായി ഇവിടത്തേക്ക് കൊണ്ടുവരും. മറിച്ച് അവരുടെ ജില്ലയിൽ അവരായിരിക്കും പ്രധാനപ്പെട്ടവർ. അവർ ഇവിടെയുള്ള ജില്ലക്കാരെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകും. ഇതൊരു പരസ്പര സഹായ സഹകരണ സംഘമായി ഈ കലോത്സവ കച്ചവടങ്ങൾ മാറുകയാണ്. അത് അന്വർത്ഥമാക്കുന്ന ചില തെളിവുകളാണ് നമുക്ക് ലഭ്യമാവുകയും ചെയ്തത്. നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് അത് കണ്ണൂർ ജില്ലാ റവന്യൂ സ്കൂൾ കലോത്സവത്തിൻ്റെ നാടക വിധികർത്താവും ഒരു സ്കൂളിനെ നാടകം പഠിപ്പിച്ചിട്ടുള്ള ഒരു പരിശീലനം തമ്മിലുള്ള ഒരു ഓഡിയോ സംഭാഷണമാണ്. അതിനകത്ത് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ, അതായത് മത്സരത്തെ മത്സരമായി കാണണമെന്ന് ചിലർ പറയും. പക്ഷേ ഞാൻ അങ്ങനെ കാണുന്ന ഒരാളല്ല. നാടകക്കാരെ കൂടി പരിഗണിച്ച്, അതായത് ഈ നാടകം ആര് പരിശീലിപ്പിച്ചു എന്നത് നോക്കി തന്നെയാണ് ഞാൻ ഈ മത്സരങ്ങളുടെ വിധി അല്ലെങ്കിൽ ഫലം നിശ്ചയിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ വിധികർത്താവ് പറയുന്നത്. അതിന് പുറമെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, 1ഉം 2ഉം സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നത് പരസ്പരം ചർച്ച ചെയ്താണ്. ഈ 3 ജഡ്ജസാണ് സാധാരണ രീതിയിൽ ഈ മത്സരങ്ങൾക്കെല്ലാം ഉണ്ടാവുക. നാടകത്തിനും ആ രീതിയിലാണ്. ഈ 3 വിധികർത്താക്കളും ഓരോ നാടകത്തിനും കൃത്യമായ രീതിയിൽ ഒരു ക്രൈറ്റീരിയ നിശ്ചയിച്ച് അതിന് മാർക്കിടുക. ഇത് പരസ്പരം തമ്മിൽ അവർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് നിയമം. അതിന് മാർക്ക് ഉണ്ടാകുക. ആ മാർക്ക് 3ഉം ഈ സ്റ്റേജിലുള്ള മറ്റു ചുമതലക്കാർക്ക് നൽകുക. അവർ 3ഉം കൂടി ഈ മാർക്കുകൾ കൂട്ടി അങ്ങനെ ഒരു ഫലപ്രഖ്യാപനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് സാധാരണ ചെയ്യേണ്ടത്. പക്ഷേ ഇവർ പറയുന്നത് മൂത്രമൊഴിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ സമയത്ത് ഒന്ന് ഇറങ്ങിപ്പോവും. അവിടെ നിന്ന് പരസ്പരം ഡിസ്കസ് ചെയ്യും. അതിനുശേഷം 1ഉം 2ഉം സ്ഥാനങ്ങളൊക്കെ നിശ്ചയിക്കുമെന്നുള്ളതാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ ഈ ഷിനിൽ വടകര എന്ന് പറയുന്ന വിധികർത്താവ് പറയുന്നത്. അതിന് പുറമെ ഈ നാടകം പഠിപ്പിക്കുന്ന പരിശീലകരുടെ ഓരോ സാമ്പത്തിക അവസ്ഥയും അവരുടെ നാടക രംഗത്തുള്ള പ്രവർത്തന പരിചയവും അതിന് പുറമെ അവരുടെ ഒരു എന്താ പറയുക ഒരു മാനസികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഇത്തരത്തിലുള്ള ഫലം നിർണ്ണയിച്ചതെന്ന കാര്യമാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ അദ്ദേഹം തന്നെ പറയുന്നത്. ഈ പറയുന്ന രീതിയിൽ കലോത്സവങ്ങളെല്ലാം തന്നെ കച്ചവടമായി മാറുകയാണ്. മനസ്സിലായില്ലായിരുന്നു? വിശാല മനസ്കനായ ആശാനാണെന്ന് പറഞ്ഞ ഷിനിൽ. അതെ 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 ഇത് ആദ്യത്തെയോ അല്ലെങ്കിൽ അവസാനത്തെയോ ഒരു സംഭവമായി തീരാനേ ഒരു ഇടയില്ല. കാരണം ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് തന്നെ ഞാൻ എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിരുന്നു. കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ നമ്മൾ ആ ഘട്ടത്തിൽ ഇതിന് പരമാവധി ഒഴിവാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇതൊക്കെ വലിയൊരു മാഫിയ സംഘമായി. നമ്മൾ ഏതെങ്കിലും ഒരു കലോത്സവം, നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു നാടകത്തിൻ്റെ അല്ലെങ്കിൽ നാടകം പഠിപ്പിക്കാൻ വേണ്ടി ഒരു പരിശീലനം സമീപിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നത് 1.5 ലക്ഷം രൂപ തന്നാൽ നിങ്ങൾക്ക് 1ാം സ്ഥാനം ഞാൻ നേടിത്തരാം, ഞാൻ പരിശീലിപ്പിക്കാം എന്നുള്ളത് പണം നൽകി അല്ലെങ്കിൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട്, അതിൽ 1 ലക്ഷമാണെങ്കിൽ 2ാം സ്ഥാനം തരാം, അല്ലെങ്കിൽ 50,000 ആണെങ്കിൽ 3ാം സ്ഥാനവും എ ഗ്രേഡും ലഭിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പറഞ്ഞ് പണം വാങ്ങി അങ്ങനെ സമ്മാനം നിശ്ചയിക്കുന്ന അവസ്ഥകൾ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇതൊരു വലിയ മാഫിയ സംഘമാണ് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നാടകമെന്നോ വ്യത്യാസമില്ലാതെ ഈ പറയുന്ന മാഫിയ സംഘം കലോത്സവ വേദികളിൽ പിടിമുറുക്കുകയാണ്. ഇത് പണ്ട് മുതലേ ഉള്ളതാണ്. ഇടക്കാലത്ത് സർക്കാർ ഇടപെട്ടിരുന്നു, വിജിലൻസ് അന്വേഷണങ്ങളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ അതൊന്നും കാര്യക്ഷമമായി നടക്കുന്നില്ല. കലോത്സവ വേദികളെ ആകെ ഇപ്പോൾ മാഫിയ സംഘങ്ങൾ കീഴ്പ്പെടുത്തുന്നുവെന്ന ആരോപണം ശക്തമാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടേണ്ട വിഷയമാണ്. ഇനി സംസ്ഥാനതല കലോത്സവം നടക്കാൻ പോകുന്നു. ആ വിഷയങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇനി നമുക്ക് വയനാട്ടിലെ താങ്ക് യു അർജുൻ.